ഈ ഗസ്റ്റിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഒരു മലയാളികൾക്ക് പോലും മറക്കാൻ പറ്റത്തില്ല. ഈ ആരാന്നല്ലേ നിങ്ങളുടെയൊക്കെ ഇത്രയും വലിയ, ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ സ്പെഷ്യൽ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ആ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് തന്നെ നമുക്ക് തോന്നും. അതായത് ഇന്ന് വരാൻ പോകുന്നത് വിനു മോഹനാണ്. നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വിനുവിനെ ക്ഷണിക്കാം. വിനു, വിനുവിനോട് വർത്താനം പറയുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാ മലയാളികളും, ഈ എൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ട്, നിങ്ങളുടെ ജനറേഷനിലെ പിള്ളേരുണ്ട്, വിനു കഴിഞ്ഞിട്ട് വന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഇന്ന് മലയാളികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നമസ്തേ പറയുന്ന ഒരാളുണ്ട്. അറിയോ ആരാന്ന്? വീട്ടിലാണെങ്കിൽ വേറെ ആരാ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അതൊരു അപ്പൂപ്പനല്ലേ. ഞങ്ങളുടെയൊക്കെ എന്താ പറയാ, ഗുരു. പറയാൻ വാക്കുകളില്ല മോനെ. ശരിക്കും അദ്ദേഹത്തിന് വലിയൊരു നമസ്തേ പറയണം. അദ്ദേഹത്തോട് പറയാൻ പറ്റിയില്ലെങ്കിലും ചെറുമോനോട് പറയാം. ചെറുമോൻ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരോട് ചോദിക്കട്ടെ, അമ്മാവന് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് സുഖാണോ? എന്നാ ഉണ്ട് വിശേഷം? അമ്മ സുഖമായിട്ടിരിക്കുന്നു, വീട്ടിലുണ്ട്. അനിയൻ എന്നാ പറയുന്നു? അനു സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖം, വിശേഷമൊന്നുമില്ല? ഇല്ല, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഓക്കെ. ഇനി അപ്പൂപ്പനെ തുടങ്ങിയിട്ട് ഇങ്ങ് വരുമ്പോഴേ എല്ലാരും ഭയങ്കര അഭിനയത്തിൽ പുലികളാണ് അല്ലേ? അപ്പൂപ്പനും മാമനും അമ്മയൊക്കെ പുലികളാണെന്ന് പറയാം. പുലികളാണ് അല്ലെന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മറുവാക്കില്ല. ആദ്യമായിട്ടാണ് മുണ്ട് കൊടുക്കുന്നത്? അല്ലല്ല, മുണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് കൂടുതലും മുണ്ട് ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ സിനിമയിൽ ഫുള്ളും മുണ്ടേ എടുത്തുള്ളൂ. എനിക്ക് അതിലൊരു ഷർട്ട് ഇടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ തുടക്കത്തിൽ ദൈവത്തോട് ചോദിച്ചത് ആ സിനിമയിൽ ആകപ്പാട് ആദ്യത്തെ 2-3 സീൻസിൽ മാത്രമാണ് പാന്റും ഷർട്ടും, ബാക്കിയുള്ള എല്ലാം മുണ്ടും തോർത്തുണ്ട്. വരുന്ന ഇടയ്ക്കല്ലേ ശാന്തിയായ പിന്നെ ഇല്ല, ഷർട്ട് പോലും ഇല്ലാത്തൊരവസ്ഥയാ. ശരിക്കും ലോയി സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോ എന്നാ മുന്നൊരു, അഫ്കോഴ്സ് നമുക്ക് ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാവരും കല ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ആസ് എ ന്യൂ കമർ ഇല്ലേ ചേച്ചി, ലോയി സാറിന്റെ കൂടെ ഒരു അത് ഏതൊരാക്കും ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം സാറിന്നില്ല എന്നുള്ളതാണ്. കാരണം അത് എൻ്റെ ജനറേഷൻ അല്ല, എനിക്ക് തൊട്ട് മുമ്പ് സിനിമയിൽ വന്ന ആൾക്കാരും ഞാൻ കഴിഞ്ഞിട്ട് വന്നവർക്കും ഉള്ളൊരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ല, എല്ലാവർക്കും, ഈവൻ ഇപ്പം അച്ഛനമ്മ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ. അത് എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കാര്യം, ഞാൻ ഈ ഒരു ഫാമിലി എന്നുള്ളതൊന്നും ഈ സിനിമയായിട്ടൊരു വന്നതിൽ സത്യം പറഞ്ഞ ഒരു കാരണമല്ല. കാരണം ലോസാനെ ഞാൻ ചക്രമുഖത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ആദ്യം കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, അതിനുശേഷം ഞാൻ കാണുന്നത് അപ്പോഴാണ്. അത് എൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ് സാർ ഫസ്റ്റ് എന്നെ വിളിക്കണത്. പക്ഷെ ആ പടം ഡ്രോപ്പായി. അത് കഴിഞ്ഞിട്ടാണ് നിവേദ്യം വരുന്നത്. അപ്പം എന്നോടൊന്ന് കാണാൻ പറഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് അതുവരെ എനിക്കിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം ഭയങ്കരമായിട്ട് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാലം മുതൽ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയം ഞാൻ ഒട്ടും ആഗ്രഹിച്ച സമയമല്ല. കാരണം കുറച്ച് കഴിയട്ടെ, കുറേ ഇങ്ങനെ ആലോചിച്ച് ഒന്നും അല്ല വേണ്ട, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയൊക്കെ സിനിമ നോക്കാം എന്നുള്ളൊരു സമയത്താണ് എനിക്ക് സിനിമയിലേക്ക് പെട്ടെന്നൊരു ചാട്ടം വന്നത്. അപ്പോൾ സാറിനെ കണ്ട് സാറിനോട് ഞാൻ ഫസ്റ്റ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്, അതിന് മുമ്പ് സാറിനെ പറ്റിയുള്ളൊരു ഔട്ട്ലൈൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, സാറ് ഈ ലുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും, സാറിൻ്റെ കഥാപാത്രമായിട്ട് ഭയങ്കരമായിട്ട് മെർജാവുന്ന ആൾക്കാരെ പെട്ടെന്ന് സാറ് സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സിനിമ നിവേദ്യം എന്നാണ്, നാടൻ കഥ, ഒരു വളരെ ഗ്രാമീണ കഥയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത്, മുണ്ടുകൊടുക്കാൻ ഇഷ്ടമാണ്, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജുബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെന്നത്. കാരണം ഫസ്റ്റ് എന്നെ കാണുന്നത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ പറഞ്ഞ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ അന്ന് ഒറ്റപ്പാലത്തെ പോയത്. അപ്പം ജസ്റ്റ് ഗുരുവായൂർ തൃശ്ശൂർ വഴിയല്ല, അപ്പം അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് അങ്ങനെ പോവാം. അങ്ങനെ അവിടെ ചെന്ന് സാറ് ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് സാർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ സാർ ആദ്യം കാണുന്നതും എൻ്റെ ഫോട്ടോസ് കണ്ടൊക്കെ ഞാൻ മറ്റേ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടുള്ള ഫോട്ടോസ്. അപ്പം സാർ പറഞ്ഞു, നീ കരുതിക്കുട്ടി തന്നെ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. അല്ല ഒന്നുമില്ല, മൊത്തത്തിൽ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് സാറിനോട് പറഞ്ഞതായിരുന്നു. അതിനുശേഷം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാ കാരണം എനിക്കൊന്ന് ആ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയുടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു സിനിമ. കാരണം പുതിയൊരാളെ സംബന്ധിച്ച് ഞാൻ വേറെ ഏതിൽ തുടങ്ങിയാലും ചേച്ചി ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ ഞാൻ അതിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ, ഡബ്ബിങ്ങും കാര്യങ്ങളും എനിക്ക് അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പടത്തിൻ്റെ തുടക്കം മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയം മുതൽ ഈ സിനിമയുടെ സ്റ്റിൽ ക്ലൈമാക്സ്, അതായത് ഇതിൻ്റെ റീല് ചെന്നൈയിൽ പ്രിൻ്റ് കഴിഞ്ഞ് ട്രിവാൻഡ്രം ലാബിലേക്ക് ഒരു ഫസ്റ്റ് കോപ്പി കൊണ്ടുവരുന്നതും ഞാനാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ് അന്ന് വന്നത്, ബാക്കി എല്ലാവരും
എറണാകുളത്തേക്കാണ് പോയത്, സാറും എല്ലാവരും. അപ്പോൾ എന്നോട് ചോദിച്ചു വിനുവിൻ്റെ ലഗേജിൽ ഇതും കൂടെ കൊണ്ടുപോകും, അവരവിടെ നിന്ന് പിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ സിനിമയുടെ റീലും സത്യം പറഞ്ഞാൽ മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഞാൻ. അപ്പം അങ്ങനെ ഒരു വലിയ ഭാഗ്യമായിരുന്നു ആ സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ സാറിനൂടെ വർക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ചേച്ചി. അപ്പോൾ റിലീസ് ഡേറ്റ് എന്തായിരുന്നു? റിലീസ് സമയത്ത് ആ ദിവസം റിലീസ് ഓണത്തിനാണ് റിലീസ് ചെയ്തത്. ഞാൻ നാട്ടിലായിരുന്നു, കരുനാഗപ്പള്ളിലായിരുന്നു, അച്ഛൻ്റെ വീട്ടിലായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ? ഫസ്റ്റ് ഷോ കണ്ടില്ല, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ആയതുകൊണ്ട്. കാരണം അന്ന് ഓണം ആയതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അവിടെ നിന്നിപ്പോൾ സാറ് ഫസ്റ്റ് വിളിച്ചു. ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ലോ സാറിൻ്റെ കോളാണ് വരുന്നത്. എന്തായി എന്ന് ചോദിച്ചു, അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ സാറിന് പേടിക്കാനൊന്നുമില്ല, പടം നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം ശരി, അപ്പം ഭയങ്കര സന്തോഷമായി. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഷോ കാണുന്നത് സെക്കൻഡ് ഷോ ആണ്. സെക്കൻഡ് ഷോ വീട്ടിലെല്ലാവരും ഉണ്ട്, വീട്ടിൽ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്, പിന്നെ ഓൾമോസ്റ്റ് കടയിലെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് അവിടുത്തെ നാട്ടിലെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു തിയേറ്ററിൻ്റെ ബാക്കിലെ 2 റോ, ബാൽക്കണി അല്ല അവിടെ, ഈ TNP എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരുന്നു നാട്ടിൽ കണ്ടത്. അവിടെ ബാൽക്കണി ഇല്ല, റിസർവേഷൻ അങ്ങനത്തെ തിയേറ്റർ. ഇപ്പം അത് മാറി, അന്നത്തെ സമയത്ത് അതായിരുന്നു. അപ്പം അതിൻ്റെ ഫസ്റ്റ് 2 റോ ഏറ്റവും ബാക്കിലെ 2 റോ മൊത്തം നമ്മുടെ വീട്ടിലെ ആൾക്കാരും, അതിൻ്റെ നടുക്ക് ഞാനും. അപ്പം ഞാൻ സത്യം പറഞ്ഞ സിനിമ കണ്ടില്ല, ഞാൻ എല്ലാവരുടെയും ഫേസാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. 2 സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമ. പക്ഷേ അത് ഭയങ്കര ആദ്യ സിനിമ. പിന്നെ ഒന്നാമത്തെ കാര്യം സാറിൻ്റെ കൂടെ തുടങ്ങിയോണ്ടാവും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കാരണം പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിനൊരു ഡെഡിക്കേഷനോടെ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട്, കാരണം ഒന്നാമത്തെ കാര്യം ചോദിച്ചാൽ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ഈവൻ നിവേദ്യം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഇപ്പം അപ്പൂപ്പൻ, അമ്മാവൻ, അച്ഛൻ, അമ്മ, ഇങ്ങനെ എല്ലാവരുടെയും അവരുടെ ചെയ്ത മേഖലയിൽ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇവൻ എന്തോ കാണിച്ചു വെച്ചതെന്ന് നാട്ടുകാർ ചോദിക്കും എന്നുള്ള പേടി എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല, ഞാൻ ആദ്യം അഭിനയിക്കുവാണ്. അപ്പം എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യത്തെ ദിവസത്തും എനിക്ക് തോന്നുന്നു 10-20 ടേക്കിന് മുകളിൽ പോയിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഷോട്ട് ആ സിനിമയിൽ ഇപ്പോഴും ആ സിനിമ കണ്ടാൽ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മേളിലൊരു പെൺകുട്ടി വയ്ക്കുമ്പോൾ കൊള്ളാലോ കൈതപ്പുറം സാർ നല്ല സ്ഥലത്തേക്ക് അയച്ചെന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഷോട്ട് കണ്ടാൽ അറിയാം ഫുള്ള് ഞാൻ വേർത്ത് കുളിച്ചിരിക്കുന്നത്. കാരണം ആ ഷോട്ടാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ദിവസം എടുത്തത്. അപ്പം അതൊരു കുറേ 10-20 ടേക്കിന് മുകളിലൊക്കെ പോയി. അവസാനം ബ്രേക്ക് പറഞ്ഞു സാറ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ബ്രേക്ക് കഴിഞ്ഞാലും ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്കൊരു ഉറപ്പാണ് മനസ്സിൽ. അപ്പോൾ ഞാൻ എന്ത് പറയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആകെ ടെൻഷനായത്. ഇന്നത്തെ ദിവസത്തോടെ സിനിമ എന്ന് പറയുന്നത് ഞാൻ മടക്കി കെട്ടി പൂട്ടി വെച്ചു എന്നുള്ള മൈൻഡ് സെറ്റിൽ. പിന്നെ എന്തായാലും എനിക്കറിയാം ഉച്ചയ്ക്ക് ശേഷം പോയാൽ, കാരണം സിനിമയെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്, കാരണം അമ്മയുടെ കൂടെ ഒക്കെ പോയി പരിചയം ഉണ്ടായതുകൊണ്ട് ഇപ്പം ഷൂട്ട് വെറുതെ നീട്ടിക്കൊണ്ടുപോയി അത് എക്സ്പെൻസ് നഷ്ടമാണ്, കാര്യങ്ങൾ ഫിലിം നഷ്ടമാണ്, ഇതൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ, നാളെ ചെയ്താൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ മനസ്സിൽ പ്രിപ്പയർ ചെയ്തു, ഓക്കെ ഇന്ന് സാർ എന്നെ മാറ്റും, വേറെ ആൾക്കാരെ ഞാൻ ഉറപ്പ് അങ്ങനെ വിചാരിച്ചു. കാരണം അഭിനയിക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ വാചകം, ഇത് നീ നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ബ്രേക്കിന് മുമ്പ് പാക്കപ്പ് ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാറ് പാക്കപ്പ് പറഞ്ഞു. ഓക്കെ അപ്പോൾ നാളെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞിട്ട് സാറ് പോയി. ഭയങ്കര കൂളായിരുന്നു, ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി. ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ആദ്യമല്ലേ അഭിനയിക്കുന്നത്, ഞാൻ കുറേ പടമൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. സാറ് പറഞ്ഞു ഞാനൊന്നും കുഴപ്പമില്ല നാളെ. എന്നിട്ട് വൈകുന്നേരം വന്നപ്പോൾ എല്ലാവരും ഭയങ്കര എന്നെ കുറച്ചും കൂടെ എല്ലാവരും ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. എന്നിട്ട് സാറ് പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്യാം, പാട്ട് സ്റ്റാർട്ട് ചെയ്യാം, പാട്ട് പഠിക്കുന്നതിന് ആ ചിറ്റാറ്റിൻകാവിൽ എന്ന് പറയുന്ന പാട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് എടുക്കാം. 3-ാമത്തെ ദിവസം എടുത്തു. 2-ാമത്തെ ദിവസം ജസ്റ്റ് ഷൂട്ട് ലൈറ്റായിട്ടൊക്കെ പോയി. 3-ാമത്തെ ദിവസം പാട്ടെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഞാൻ എപ്പോഴും അപ്പം അന്ന് സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് ഉള്ള ടെൻഷൻ മനസ്സിൽ, എന്താ നിൻ്റെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ ടെൻഷൻ ഇതാണ്, ഈ അപ്പൂപ്പൻ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാവരും ചെയ്തു വെച്ചേക്കുന്നത് കമ്പാരിസൺ എനിക്ക് ഒരുപാട് വരും. ആ പേടി എനിക്കുണ്ട്. കാരണം ഞാൻ അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് എന്നെ അറിയാവുന്ന എല്ലാവരും പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ എന്താ പാട്, ഇത്രയും ഫാമിലി അല്ലേ, എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നതും എനിക്ക് ഓരോ ടെൻഷനാണ്. അപ്പൊ ഇപ്പൊ ഞാനൊരു ടെൻഷൻ കൂടെ വരാം, ഈ ഞാൻ ഉൾപ്പെടെ എന്നെ പ്രേക്ഷകർ ഉൾപ്പെടെ ഇത് തന്നെ ചോദിക്കുള്ളൂ. അത് ഭയങ്കര ടെൻഷനാണ്, ഈ ചെറിയ ടെൻഷനില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. അപ്പം അതൊക്കെ ചെയ്ത് എനിക്ക് ഇപ്പോഴും എനിക്ക് അഭിനയിക്കുമ്പോൾ എൻ്റെ ടെൻഷൻ അത് എങ്ങാനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ പറയും അവരുടെ പേര് കളയല്ലേ എന്ന് പറയും. അപ്പം ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ലോസാർ കേട്ടോ മാറ്റുന്നത്. ഇതൊക്കെ നീ മാറ്റി വെച്ച് നീ ആയിട്ട് ചെയ്യും, നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കും മനസ്സിൽ, നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നത് കൂളാക്കി തന്നെ സാറാണ്. അതേ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. സാറിനെ കുറിച്ച് ഏതൊരാളെയും മോൾഡ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ നമ്മൾ അതിലേക്ക് ഇറങ്ങണം എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. വിനുവിനൊരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അതന്നെ
ഗ്യാപ്പ് ചേച്ചി അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയും വന്നില്ല ആ ഒരു എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം ആയത്. ആ ഒരു സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഞാൻ അതിന് അച്ഛൻ മരിച്ച സമയത്ത് പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ മരണമൊക്കെ. അപ്പോൾ അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം ഒന്നാമത് എനിക്കൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാത്ത ഒരാളാണ്. ഒരു കാര്യം ഞാൻ നോക്കിയിട്ടില്ല. അത്രയും ഫ്രീ ബേർഡായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു വന്നപ്പോൾ ആകെ ഒരു ബ്ലാങ്ക് ഔട്ടായി. ഞാൻ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഔട്ടായി പോലായിപ്പോയി. അപ്പോൾ ഒരു ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യണം എങ്ങനെ എന്താണെന്നും ഐഡിയയില്ല. അതിൽ നിന്ന് പതുക്കെ സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെല്ലാവരും കല്യാണം കഴിക്കണം എന്ന് വേണ്ടിയിട്ട് അങ്ങനെ കല്യാണമായി. പിന്നെ നന്നായി തടിച്ചു. നല്ല ഫുഡിയാണ് ഞാൻ. അപ്പോൾ നന്നായി തടിച്ചു. പിന്നെ ആ രൂപത്തിൽ പോയി എനിക്ക് സിനിമ ചെയ്ത് ആൾക്കാരുടെ എന്തിനാണ് വെറുതെ, കാരണം അവർ ഇഷ്ടപ്പെടുന്ന രൂപം ഉണ്ടാവും, നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിൽ ഞാൻ ഈ തടിച്ച രൂപം കൊണ്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും മനസ്സനുവദിച്ചിട്ടില്ല. അങ്ങനെ പതുക്കെ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു ഞാൻ ബിസിയാണ്, ഞാൻ ഈ ഷൂട്ടിലാണ്. കുറേ പേരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞ് പടം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഞാൻ തന്നെ മാറി നിന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു നീ അഭിനയിക്കുന്നില്ലെന്ന് എന്നോട് ചോദിച്ച കുറേ പേരുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് എൻ്റെ രൂപം ഒന്നും മാറി കിട്ടാതെ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് സിനിമ. അങ്ങനെയാണ് പിന്നെ നീന ലാൽ ജോസേട്ടൻ്റെ പിന്നെ കുറച്ച് ഗ്യാപ്പ് അത്യാവശ്യം തടിയൊക്കെ കുറഞ്ഞെന്ന് എനിക്കൊരു കോൺഫിഡൻ്റ് ആയ സമയത്താണ് നീന എന്ന് പറഞ്ഞ മൂവി. അതിൽ ഗസ്റ്റ് റോളാണ് സണ്ണിച്ചായ എന്ന് പറഞ്ഞൊരു അത് നല്ല രസമുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് അത് ചെയ്തത്.